ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത ഒരു കമ്പനിയെക്കുറിച്ചാണ്, അഥവാ നത്തിങ് എന്ന് പേരുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ്. കുറേ ആൾക്കാർ നത്തിങ്ങിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ച് ഇവൻറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ പൊക്കി പറഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഹൈപ്പും കവറേജും കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള അഭിപ്രായം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ചില ആൾക്കാർക്ക് ഇവനൊക്കെ എന്ത് ടെക്നോളജി അറിയാം, അല്ലെങ്കിൽ ഇവൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനൊക്കെ തോന്നുമായിരിക്കും. ബട്ട് സാഡ്ലി നത്തിങ് ഇവൻറ്റിൽ അവർ ട്രൂത്ത് പറഞ്ഞതുപോലെ എനിക്ക് ഫ്രാങ്ക് ആയിട്ട് തോന്നിയ കുറേയധികം പ്രശ്നങ്ങൾ, അഥവാ കുറേയധികം ഈ ഒരു നത്തിങ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി ഇറക്കാൻ പോകുന്ന ഫോൺ 1 എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആകും എന്നുള്ളതിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സൂചനകളും ഇൻസൈറ്റ്സുമാണ് ഈ ഒരു വീഡിയോ തരാനായിട്ട് പോകുന്നത്. സോ നത്തിങ് ഫാൻസിന് എന്നോട് ഒന്നും തോന്നരുത് പ്ലീസ്. ആ ഒരു ഇവൻറ്റിൽ കാൾപ്പേര് നത്തിങ്ങിൻ്റെ CEO പറഞ്ഞത് 100% ശരിയാണ്. സ്മാർട്ട് ഫോണുകളൊന്നും ഇപ്പോൾ ഇന്നോവേഷൻസ് നടത്തുന്നില്ല. ഈവൻ ആപ്പിളും വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയി ചുമ്മാ ഓരോ വർഷം ഓരോ നമ്പർ കൂട്ടി മോഡൽസ് ഇറക്കുന്നു എന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇനി ആൻഡ്രോയിഡിൽ മിഡ് റേഞ്ച് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവനും വെറുതെ ചറപറ അടിയാണ്. അതായത് ഒരു ഇന്നോവേഷനോ ഒന്നുമില്ല. ചുമ്മാ ഒരു ക്യാമറ കൂട്ടി ഒരു ക്യാമറ കുറച്ച് AMOLED ഇട്ടു 120 Hz 90 Hz എന്നിങ്ങനെ മാറ്റിയും മറിച്ചും ചുമ്മാ ഫോണുകൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഹയർ റേഞ്ച് അഥവാ പ്രീമിയം ഫോൺസ് നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഇപ്പോൾ വന്നിരിക്കുന്ന ടെക്നോളജീസ് കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തി. ഇനി അങ്ങടേക്കൊന്നും ഫോണുകളിൽ ചെയ്യാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാൾപ്പേ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രശ്നം, ഇതാണ് ഞങ്ങളുടെ വിഷൻ, ഈ ഒരു പ്രശ്നമാണ് ഞങ്ങൾ സോൾവ് ആക്കാൻ പോകുന്നത്. ഈ കമ്പനികൾക്കൊക്കെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും. അതായത് എന്താണ് ഇന്നോവേഷൻ, എന്തിനാണ് നിങ്ങൾ കമ്പനികൾ തുടങ്ങിയത്, നിങ്ങൾ ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പോൾ ആൾക്കാർ വെറുതെ പറ്റിക്കുവാണ്. ഞങ്ങൾ കാണിച്ചു തരാം സത്യത്തിൽ എന്താണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ മാർഗം കാണിച്ചു തരാം. സോ അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ മെയിൻ എയിം എന്നാണ് പറഞ്ഞത്. സോ നത്തിങ് തുടങ്ങിയത് ഒരു ഓഡിയോ കമ്പനി ആയിട്ടാണ്. അപ്പോൾ ഓഡിയോ കമ്പനി ആയിട്ട് തുടങ്ങി നത്തിങ് ഇയർ 1 എന്ന് പറഞ്ഞ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ഇറക്കി. കുറേ പ്രമുഖ ചാനലുകൾ അത് കവറും ചെയ്തു. ചില ചാനലുകളിലൊക്കെ എയർപോഡ്സ് പ്രോയിനേലും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് നത്തിങ് ഇയർബഡ്സ് അല്ലെങ്കിൽ നത്തിങ് ഇയർ 1 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നത്തിങ് ഇയർ 1 മേടിച്ചുപയോഗിച്ചവർ പല ആൾക്കാരും പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. മേടിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു സൈഡ് കേൾക്കാണ്ടായി, OT അപ്ഡേറ്റ് വന്നപ്പോൾ ഇത് കുറഞ്ഞു അത് കുറഞ്ഞു, കുറേയധികം പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. 5000 റുപ്പീസിന് ഞാൻ പറയാമല്ലോ ആ ഒരു ഇയർഫോണിന് ഇനി വേറെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അവരിതിലേലും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എടുത്തു പറയാൻ തക്ക ആ ഒരു ഇയർഫോണിൽ ഉണ്ടായ എന്താണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസൈനായിരുന്നു. അങ്ങനത്തെ ഒരു ഡിസൈൻ മാർക്കറ്റിൽ ഉണ്ടായില്ല. അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു ഹൈപ്പിൽ എല്ലാവരും ചാടിച്ചെന്ന് മേടിച്ചു. പക്ഷേ ഇപ്പോൾ പഴയ പോലെ അതിനത്ര വലിയ ഹൈപ്പൊന്നും ഇല്ല. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ആ ഒരു ഇവൻറ്റിൽ കാൾപ്പേ പറഞ്ഞത് ഞങ്ങളൊരു ഓഡിയോ കമ്പനിയല്ല, ഓഡിയോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡെമോ മാത്രമായിരുന്നു. ഞങ്ങൾക്ക് ആൾക്കാരുടെ മുന്നിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കാനായിട്ടും കുറച്ച് ഫണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടും. പക്ഷേ ഇപ്പോൾ കുറേ അധികം ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. സോ ഫണ്ടിങ് തന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നന്ദി പറയൽ ഇവൻ്റ് ആയിരുന്നു ആക്ച്വലി ഈ ഒരു നത്തിങ്ങിൻ്റെ ഫോൺ 1ൻ്റെ ആ ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞ ഇവൻറ്റ്. പക്ഷേ ആ ഒരു ഇവൻറ്റിൽ കുറേ അധികം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്പിളിൻ്റെ ഈക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾ ഒരു ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്, മാക് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ആപ്പിൾ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ ഉപയോഗിക്കുന്നുണ്ട്, ആപ്പിൾ TV ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാം തമ്മിൽ സിങ്ക്രണൈസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ആപ്പിൾ ഈക്കോസിസ്റ്റം പോലെ ഒരു ഈക്കോസിസ്റ്റം ആൻഡ്രോയിഡിലില്ല. അതിനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആപ്പിളിനെ വെല്ലുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വല്ല കാര്യം ഉണ്ടായോ? വല്ല കാര്യം ഉണ്ടായെന്ന് പറയാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ആപ്പിൾ ഒറ്റയാനാണ്. അതായത് ഈ iOS ഉപയോഗിച്ചുകൊണ്ട് വേറെ ഫോണുകളൊന്നും ഇറക്കുന്നില്ല വേറെ കമ്പനികൾ. പക്ഷേ ഈ ആൻഡ്രോയിഡ് ഉപയോഗിച്ചുകൊണ്ട് മുക്കിലും മൂലയിലുമാണ് കമ്പനീസ് ഫോണുകൾ ഇങ്ങനെ നാൾക്ക് നാൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തൻ നന്നാവുന്നത് അടുത്ത കമ്പനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നത്തിങ് കൂടെ വർക്ക് ചെയ്യുന്ന കുറേയധികം കമ്പനികളുടെ പേര് ആ ഒരു ഇവൻറ്റിൽ പറഞ്ഞായിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തേത് ഗൂഗിളായിരുന്നു. ശരിയാണ്, ഗൂഗിളില്ലെങ്കിൽ ആൻഡ്രോയിഡ് പരിപാടി നടക്കില്ല. ഇപ്പോൾ ഓണറിന് എന്താണ് പറ്റിയത്, ഗൂഗിൾ പ്ലേ സർവീസസ് കട്ടായപ്പോൾ ഓണറിൻ്റെ സകല പിടിയും പോയില്ലേ. അതുകൊണ്ട് ഗൂഗിൾ ഇല്ലാണ്ട് പറ്റില്ല. സോ ആൻഡ്രോയിഡ് ഗൂഗിളിൽ നിന്ന് കിട്ടും. പിന്നെ രണ്ടാമത്തേത് സ്നാപ്ഡ്രാഗണിൻ്റെ അടുത്ത് നിന്നാണ് പ്രോസസ്സർ ചിപ്സെറ്റും കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ട് സ്നാപ്ഡ്രാഗണിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇനി മൂന്നാമത്തേത് സാംസങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ സ്ക്രീൻ എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ സാംസങ്ങിന് വളരെ നല്ല സെമി കണ്ടക്ടർ ഏരിയ ഉണ്ട്, അതിന് വേണ്ടിയിട്ടായിരിക്കാം. അല്ല എങ്കിൽ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്നും വേറെ എന്തെങ്കിലും സപ്പോർട്ടുകൾ, മേ ബി മോഡമോ അല്ല എന്തെങ്കിലും രീതിയിലുള്ള, കാരണം വളരെ വാസ്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ്, അതായിരിക്കാം. പക്ഷേ സ്ക്രീൻ ആയിരിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇവർക്ക് വേറെയും ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, വിഷനോക്സ് എന്ന് പറഞ്ഞ കമ്പനി. ഈ വിഷനോക്സ് ആക്ച്വലി OLED പാനൽ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. സോ മേ ബി
ഇവരിറക്കാൻ പോകുന്ന ഫോണിൽ OLED പാനൽ ഈ വിഷനോക്സ് ആയിരിക്കും തരാൻ പോകുന്നത്. പിന്നെ BYD എന്നൊരു കമ്പനി കണ്ടു, അത് ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനിയാണ്. ടെസ്ലയുമായിട്ട് ഫോൺ കണക്റ്റഡ് ആവും എന്നുള്ളൊരു സൂചന അവർ ഇവൻറ്റിൽ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് BYD ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ സോണി ആയിട്ടും കോപ്പറേഷൻ ഉണ്ട്. സോണിയുടെ IMX സെൻസർ നമ്മുടെ ക്യാമറയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത്രയും കമ്പനികൾ വെച്ചിട്ടാണ് ഇവർ ഫോൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ പ്രശ്നം അവിടെയല്ല. നത്തിങ് ഫോണുകൾ ഓടാൻ പോകുന്നത് നത്തിങ് OSലാണ്. നത്തിങ്ങിൻ്റെ സ്വന്തമായിട്ടുള്ള OS എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ അതൊന്നുമല്ല. നത്തിങ് OS എന്ന് പറയുന്നത് വെറും ആൻഡ്രോയിഡിൻ്റെ ഒരു സ്കിന്നാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ വിൻഡോസ് എന്ന് പറഞ്ഞൊരു OS ആണ്, ലിനക്സ് എന്ന് പറയുന്നൊരു OS ആണ്, ആപ്പിളിൻ്റെ iOS എന്ന് പറയുന്നത് വേറൊരു OS ആണ്, മാക് OS എന്ന് പറയുന്നത് വേറൊരു OS ആണ്. ഇപ്പോൾ വിൻഡോസിൽ നിങ്ങൾക്കറിയാം ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ .exe ഫയലാണ്. അതേസമയം നിങ്ങൾക്ക് ആൻഡ്രോയിഡിലാണ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ .apk ആണ്. ഇപ്പോൾ ഉബണ്ടുവിലാണെങ്കിൽ ഉബണ്ടുവിൽ വേറെയാണ്, ഇപ്പോൾ മാക്കിലാണെങ്കിൽ .dmg ആണ്. iOSൽ നമുക്ക് അങ്ങനെ ആപ്ലിക്കേഷൻസ് സൈഡ് ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഓരോ ഫയൽ സിസ്റ്റമാണ്, ഓരോ രീതിയിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷേ നത്തിങ് OS എന്ന് പറയുന്നത് OS അല്ല, അത് ആൻഡ്രോയിഡിലാണ് റൺ ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നാണ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് എ സ്കിൻ. ഏതൊരു ആൻഡ്രോയിഡ്, ഇപ്പോൾ MIUI അതേപോലെ നമ്മുടെ OneUI എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. അത് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരൊരു ലോഞ്ചർ ഇറക്കാനായിട്ട് പോകുന്നുണ്ട്. അത് ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാം, iOS ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് എങ്ങനെയായിരിക്കും നത്തിങ്ങിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നു. സോ ഇറ്റ്സ് ജസ്റ്റ് എ യൂസർ ഇൻ്റർഫേസ്, അതൊരു OS അല്ല. എന്നാൽ യൂസർ ഇൻ്റർഫേസിനെ പുച്ഛിക്കുമല്ല, അത് ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ല, അത് ആവശ്യമാണ്. കാരണം നമ്മൾക്കറിയാമല്ലോ, ഇപ്പോൾ OneUI, സാംസങ്ങിൻ്റെ OneUI ഉപയോഗിക്കുകയാണ് പ്രീമിയം ലെവലിലാണെങ്കിൽ, അവർ വന്നിട്ട് MIUIയിലേക്ക് മാറുമ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും നമ്മൾക്ക് മനസ്സിലാവും. ഇനി അവർ സ്റ്റോക്ക് ആൻഡ്രോയിഡിലേക്ക് മാറുമ്പോൾ അതിൻ്റെ വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ യൂസർ എക്സ്പീരിയൻസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അവരുടെ തീം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇവർ മോർസ് കോഡ് അല്ലെങ്കിൽ ഒരു ഡോട്ട് മാട്രിക്സ് രീതിയിലാണ് പോകുന്നത്. എല്ലാം കുത്തു വെച്ചിട്ടാണ് അവരുടെ ആ ഒരു തീം സ്റ്റൈൽ തന്നെ ഇരിക്കുന്നത്. ഇനി ഇവർ പറയുന്നു ഈ ഒരു ലോഞ്ചർ കാരണം ഫോൺ ഭയങ്കര ഫാസ്റ്റ് ആവുമെന്ന്. വേറൊന്നുമല്ല, നമുക്ക് ആൻഡ്രോയിഡിൽ തന്നെ ഡെവലപ്പർ സെറ്റിംഗ്സിൽ ആനിമേഷൻസ് ഓഫാക്കി ഇടാൻ പറ്റും, ആനിമേഷൻസിൻ്റെ സ്പീഡ് കൂട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ ഇവർ ആനിമേഷൻസ് ഒക്കെ ഇങ്ങനെ കുറച്ചിട്ട് ഇവരുടെ OSൽ ഇപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ക്ലോക്ക് നമ്മുടെ ഹോം സ്ക്രീനിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ലോക്ക് സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ ലോക്ക് സ്ക്രീനിലും ക്ലോക്ക് അവിടെ തന്നെ ഇരിക്കും. തിരിച്ച് നമ്മൾ ലോക്ക് സ്ക്രീനിൽ നിന്ന് ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ മനസ്സിലാവില്ല. സോ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തോന്നിക്കും. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ക്ലോക്ക് എടുത്ത് എനിക്ക് ആ ഒരു ക്ലോക്ക് അവിടെ കാണണ്ട, ആ ക്ലോക്ക് എടുത്ത് ഞാൻ താഴെ മാറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടി പോയില്ലേ. അല്ല, ഇനി ക്ലോക്ക് അവിടെ ലോക്കായി കിടക്കാൻ പോവുകയാണെങ്കിൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ സാധനത്തിൽ പ്രശ്നം വരും. ഇനി അവർ പറഞ്ഞത് ഞങ്ങളുടെ OSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ കാണിച്ചത് വിഡ്ജറ്റ്സ് ആണ്. വിഡ്ജറ്റ്സ് ഉണ്ട്. അപ്പോൾ വിഡ്ജറ്റ്സ് നമുക്ക് മാറ്റാൻ പറ്റും, പല രീതിയിലുള്ള വിഡ്ജറ്റ്സ്. അത് ഐ ഡോണ്ട് നോ വൈ, അതൊരു ഇന്നോവേഷനായിട്ട് അവർ പറഞ്ഞു. പിന്നെ ഇതിലും വിറ്റ് ആ ഒരു ഇവൻറ്റിൽ ഫോൺ എന്താണെന്നും കാണിച്ചില്ല, ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ എന്തോ ഒരു സിമ്പിൾ പോലെ കാണിച്ചു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ആ ഫോണിൻ്റെ ബാക്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇരിക്കുന്നത്. കാരണം കാൽപ്പേ പറഞ്ഞല്ലോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഗിമിക്സ് ആണ് എന്ന്. അപ്പോൾ ഡ്യുവൽ ക്യാമറയിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രൈമറി വൈഡ് ആംഗിൾ ക്യാമറ, ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആയിരിക്കും. ആ ഒരു അൾട്രാ വൈഡ് തന്നെ ചിലപ്പോൾ മാക്രോ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ടെലിഫോട്ടോ അങ്ങനെ അധികം ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് മേ ബി ടെലിഫോട്ടോ ക്യാൻസൽ ആക്കിയേക്കാം. അല്ലെങ്കിൽ പ്രൈമറി വൈഡ് തന്നെ മാറിയിട്ട് അത് ടെലിഫോട്ടോ മാത്രമാക്കി മാറ്റായിരിക്കാം. എന്തായാലും ഡ്യുവൽ ക്യാമറ ആണ്. മാക്രോ, പോർട്രേറ്റ്, ബൊക്കെ എന്ന് പറഞ്ഞ ഒരു ഗിമിക്ക് എന്ന് പറയപ്പെടുന്ന ക്യാമറകളൊന്നും ഉണ്ടാവില്ല. പിന്നെ സെക്കൻഡ്ലി വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് എനിക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. കുറേ അധികം റെൻഡേഴ്സ്, ലീക്സും കാര്യങ്ങളും ഡിസൈൻസൊക്കെ ട്വിറ്ററിൽ അവിടെ ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫോണായിരിക്കും. ഇപ്പോൾ ചെറിയൊരു എവറിത്തിങ്ങിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് സ്കിന്നുകൾ കിട്ടും ഫോണിൻ്റെ ബാക്കി ഒട്ടിക്കാനായിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്കി കേസ് ഇല്ലാത്ത രീതിയിൽ തോന്നും. അത്തരത്തിലൊരു ട്രാൻസ്പെറൻറ്റ് ഫോൺ ബൈ ഡിഫോൾട്ട് ഇറക്കാനുള്ളൊരു പ്ലാനിലാണ്. ആൻഡ് ഇയർഫോണിൽ ട്രാൻസ്പെറൻറ്റ് ഇറക്കിയപ്പോൾ അതൊരു ഹൈപ്പായിട്ട് പോയി എന്നുള്ളതുകൊണ്ട് ഫോണുകളുടെ വേറെ കമ്പനികളൊന്നും അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഇറക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ഒരു പുഷായിട്ട് കിട്ടും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ അങ്ങനെ തന്നെയായിരിക്കും ഇറക്കാനായിട്ട് പോകുന്നത്. കാരണം ഫോൺ ഇറങ്ങിയിട്ടില്ല, സോ അത് കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ അവരുടെ വിഷൻ ഫോൺ ഇറക്കുക എന്ന് മാത്രമല്ല, അവർക്കൊരു ഇക്കോ സിസ്റ്റം ആൻഡ്രോയിഡിൽ ഉണ്ടാക്കണം. അതായത് അവർ ആൻഡ്രോയിഡിലുള്ള ഓരോ കമ്പനികളുമായിട്ട് പെയർ ചെയ്തിട്ട് അവരവരുടെ ഓരോ കമ്പനികളുടെ പ്രൊഡക്റ്റൊക്കെ ഇക്കോ സിസ്റ്റം എന്നുള്ള രീതിയിൽ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്ത് ഇയർഫോൺ ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കാനാണ് നത്തിങ്ങിൻ്റെ പ്ലാൻ എന്നാണ് പറയുന്നത്. ഇവിടെ എനിക്കൊരു ചെറിയ പ്രശ്നം എനിക്കല്ല, ഞാൻ പറയാം. നിങ്ങൾ സാംസങ് ഗാലക്സി ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗാലക്സിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഗാലക്സി ഈക്കോ സിസ്റ്റം എന്ന്. അതായത് സാംസങ് അവരുടെ ഒരു ഈക്കോ സിസ്റ്റം ഓൾറെഡി ബിൽഡ് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. ഉദാഹരണം, നിങ്ങൾ സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ചാണ് ഉപയോഗിക്കുന്നത്, സാംസങ്ങിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്, സാംസങ്ങിൻ്റെ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തമ്മിൽ സീംലെസ്ലി സിങ്ക് ചെയ്യാനായിട്ട് ഓൾറെഡി സാംസങ് ഒരു ഈക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുമ്പോൾ
ഈ ഒരു നത്തിങ് പോലത്തെ ഈ ഒരു പുതിയ കമ്പനി വന്നിട്ട് ഞങ്ങൾ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പോവാണ്, ഞങ്ങൾ റെവല്യൂഷനൈസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ നിസ്സാരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. കഴിഞ്ഞ ദിവസം കൗണ്ടർ പോയിൻറ്റിൻ്റെ ഒരു റിസർച്ച് വന്നായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയേക്കുന്ന ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്പനി ആപ്പിളാണ് എന്ന്. സാംസങ് ഇന്ത്യയിൽ തേർഡാണ്, സെക്കൻഡ് OnePlus ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിയിലിരിക്കുമ്പോൾ സാംസങ് ഇന്ത്യയിൽ ഫസ്റ്റ് ആവാനായിട്ട് നോക്കുമോ, അതോ OnePlus പോലെ അല്ലെങ്കിൽ നത്തിങ് പോലത്തെ കമ്പനികളെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സമ്മതിക്കുമോ? ഇല്ല. ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ എന്തായാലും ഉണ്ടാകും, ഈവൻ ദോ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും. ഇനി സാംസങ് മാത്രമല്ല, ഇന്ത്യയിൽ കുറേയധികം കമ്പനികളുണ്ട്. റിയൽമി അവർ ടെക് ലൈഫ് എന്നുള്ള രീതിയിൽ ഇക്കോസിസ്റ്റം ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട്. OnePlus ബഡ്സ്, OnePlus TV, OnePlus വാച്ച്, OnePlusൻ്റെ ഇക്കോസിസ്റ്റം അവിടെ വേറെ നടക്കുന്നുണ്ട്. ആൻഡ് കാൽപേ OnePlusൽ നിന്ന് പോയ ഒരാളാണ്, അതുകൊണ്ട് തന്നെ OnePlusന് അയാളോട് നല്ല ദേഷ്യമൊക്കെ ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യം വളരെ നിസ്സാരമാണ്. ഇപ്പം നത്തിങ് വരും, അവർ സമ്മറിലാണ് ഫോൺ ഇറക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ലോഞ്ചർ ഏപ്രിലിൽ ഇറക്കും, അപ്പോൾ അവരുടെ സമ്മർ മേ ബി മെയ് ആയിരിക്കാം. അപ്പോൾ മെയ്യിൽ ഫോൺ ഇറക്കിയെന്ന് വിചാരിക്കാം. ഈ ഒരു ഹൈപ്പ് കാരണം അല്ലെങ്കിൽ അവരെന്തായാലും കാശുണ്ട് എന്നുള്ളതുകൊണ്ട് കുറേ കവറേജ് നടത്തും, കുറേ അഡ്വർടൈസ്മെൻറ്റ് നടത്തും. അങ്ങനെ ഇനിഷ്യലി നല്ല രീതിയിൽ ഫോൺ വിറ്റുപോകും. ഇനി സ്നാപ്ഡ്രാഗൺ ആയിട്ട് പാർട്ണർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ ഇവർക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ചിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നാപ്ഡ്രാഗൺ വർഷം അവരുടെ ഓരോ ചിപ്സെറ്റ് ഇറക്കും, അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റ് ഏതാണോ അത് ബാക്കിയുള്ള കമ്പനിക്ക് കൊടുക്കുന്ന പോലെ ഇവർക്ക് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് കസ്റ്റമൈസ്ഡ് ചിപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ലായിരിക്കാം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ വീണ്ടും പോയി. ഇനി അങ്ങനെ ആദ്യത്തെ രീതിയിൽ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ചിപ്പല്ല, സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ചിപ്സെറ്റ് വെച്ചിട്ട് ഫോൺ ഇറക്കിയെങ്കിൽ ആൾക്കാർ മേടിക്കണമെങ്കിൽ ഒരു 30 to 40K ഇടയിലായിരിക്കണം. കാരണം ആ ഒരു പ്രീമിയംനെസ്സും തോന്നണം, എന്നാൽ നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്നും തോന്നണമെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ ഇറക്കുള്ളൂ. ഇത് OnePlus നോഡ് ഇറങ്ങിയപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടായില്ലേ, ആ ഒരു നോഡ് പോലെ ഇതും ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ മേടിക്കുന്നു, ഉപയോഗിക്കുന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത ഇറ്ററേഷൻ വരുന്നു. മറ്റ് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും പോയ പോലെ ഇതും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകും. കാരണം നോഡ് 1 ഇറങ്ങിയപ്പോൾ വളരെ നല്ലതായിരുന്നു. പിന്നെ നോഡ് 2 ഇറങ്ങി, നോഡ് C ഇറങ്ങി. പിന്നെ ഇപ്പം നോഡിന് എന്താ പറയുക, ആ ഒരു രീതിയിലുള്ള ഹൈപ്പിലൊന്നും ആരും കാണുന്നില്ല. അതാ ഒരു OnePlus ഫോൺ പോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരിതിൽ കുറച്ച് ഹൈപ്പ് കൂടുതലാണ്. അതായത് കുറച്ച് ഓവർ ഹൈപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നത്തിങ് കമ്പനിയോട് ഹേറ്റോ അല്ലെങ്കിൽ നത്തിങ് കമ്പനി മോശമാണെന്നോ എന്നൊന്നുമല്ല, അവർ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് എടുക്കുന്നത്. ബട്ട് സ്റ്റിൽ അവർ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടിരിക്കുന്ന ബ്രാൻഡുകൾ ചെയ്യുന്നതും വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഹൈപ്പിനുള്ള രീതിയിൽ നത്തിങ് കമ്പനി മുന്നിലോട്ട് പോകുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോട്ട്സ്. ആ ഒരു ഇവൻറ്റ് ശരിക്കും ഒരു 1 hour ഇവൻറ്റിന് ആവശ്യം ഉണ്ടായില്ല. അതൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ട്വീറ്റോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലോ ഒഴിവാക്കാവുന്ന രീതിയിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. കണ്ടറിയാം, ഞാൻ മെയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നത്തിങ്ങിൻ്റെ ഫോൺ ഇറങ്ങട്ടെ. ഫോൺ 1 ഇറങ്ങിയിട്ട് അത് ഈ പറയുന്ന പോലെ റെവല്യൂഷണറി ആണ്, പറഞ്ഞ ഹൈപ്പിലും അടിപൊളി ഡിവൈസാണ്, എല്ലാ മാർക്കറ്റിനും തന്നെ ഇടിച്ച് കുലുക്കുന്ന പോലെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം പ്രൈസിങ് നത്തിങ്. എന്ത് പറയുന്നു? അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ ജെന്വിൻ ആയിട്ടുള്ള വ്യൂസ്, അതായത് ഫാൻ ബോയ്സ്, അതായത് ഈ ഒരു ഫാൻ ബോയ് ആ ഒരു ഫാൻ ബോയ് എന്ന് പറയാം, ജെന്വിൻ ആയിട്ടുള്ള നിങ്ങളുടെ വ്യൂസ് എന്താണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.